കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനം മൊഴി നൽകും, കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവന് തന്നവനിനിമേലും കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപ കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. Ruth was 10 years old when her father was pronounced to have cancer. റൂത്തിൻ്റെ അച്ഛന് ക്യാൻസർ രോഗമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ആ പെൺകുട്ടിക്ക് കഷ്ടിച്ച് 10 വയസ്സായിരുന്നു. Though he went on a painful surgery of which no use, Ruth's father died. ഒരു സങ്കടകരമായ സർജറിയിൽ കൂടി ആ പിതാവ് കടന്നു പോയെങ്കിലും പ്രയോജനമില്ലാതെ റൂത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി. Ruth cried and cried and asked God, God, why did you take away my father? ആ കൊച്ചു പെൺകുട്ടി സങ്കടത്തോട് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ്, ദൈവമേ, അങ്ങ് എൻ്റെ അച്ഛനെ എന്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി? One day Ruth dreamt like this. ഒരു ദിവസം റൂത്ത് ഇപ്രകാരം ഒരു സ്വപ്നം കണ്ടു. God pushed aside a curtain and there she saw a wonderful place. ദൈവം ഒരു തിരശ്ശീല നീക്കി ഒരു മനോഹരമായ അത്ഭുതകരമായ കാഴ്ച റൂത്തിന് ദൈവം കാണിച്ചു കൊടുത്തു. There she saw her father praising God happily. ആ കാഴ്ചയിൽ റൂത്തിൻ്റെ അച്ഛൻ വളരെ സന്തോഷത്തോട് ദൈവത്തെ സ്തുതിക്കുന്നതായി ഇവൾ തൻ്റെ അച്ഛനെ കണ്ടു. Lord, let me please come to this place, asked Ruth without her knowledge. തൻ്റെ ഒട്ടും ചോദിക്കുന്നത് എന്തെന്ന് പോലും അറിയാതെ ദൈവത്തോട് റൂത്ത് എന്നുള്ള കുട്ടി ചോദിച്ച്, ദൈവമേ, എന്നെയും ആ സ്ഥലത്തിൽ കൊണ്ടുപോകണമേ. Not now, said God. ദൈവം റൂത്തിന് മറുപടി നൽകി, മകളെ, അത് ഇപ്പോഴല്ല. I will tell you when your time comes. ഞാൻ നിന്നോട് പറയാം, നിനക്ക് അതിനൊരു സമയമുണ്ട്. For the time being, you be happy that your father is with me without any pain. തൽക്കാലം നിന്റെ പിതാവ് സന്തോഷത്തോട് എന്നോടൊപ്പം ഇരിക്കുന്ന ആ കാഴ്ചയെ സ്മരിച്ച് നീ വേദന കൂടാതെ സന്തോഷമായി ജീവിക്കുക. Ruth was no longer sorrowful from that day onwards. പിന്നെ റൂത്തിൻ്റെ മുഖം വാടിയതേയില്ല. Dear brothers and sisters, ക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരന്മാരെ, if you have lost your loved ones, നിങ്ങളുടെ
ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ Be happy that they are in heaven provided they died in Christ. ഒരു കാര്യം ഓർക്കുക, അവർ ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. Apostle Paul says, to live is Christ and to die is gain. അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം എഴുതി വെച്ച്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. The Holy Bible gives us hope in Philippians 1 verse 23. വേദപുസ്തകം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, When my inner body departs me, I will be with Jesus Christ the next moment. എൻ്റെ അകമേ ഉള്ള മനുഷ്യൻ എന്നെ വിട്ട് പിരിയുമ്പോൾ ഞാൻ ആ നിമിഷം എൻ്റെ ദൈവമായ ക്രിസ്തുവിൻ്റെ പൊന്മുഖം സ്വർഗത്തിൽ ഞാൻ കാണും. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.